പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിരിക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ആക്രമണ പ്രതിരോധ സംവിധാനമടങ്ങിയ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ പടക്കപ്പലിനെതിരെ വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പ്രാദേശിക സമുദ്രാതിർത്തിക്ക് വെച്ച് ആഭ്യന്തരമായി നിർമ്മിച്ച അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ചാണ് IRGC USSR എബ്രഹാം ലിങ്കണെ ആക്രമിച്ചതെന്ന് പ്രസ് TV അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സ്ട്രൈക്ക് ഗ്രൂപ്പിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നതായി ഖാതം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവും അറിയിച്ചു. മാർച്ച് 4-ന് ഒമാൻ കടലിൽ ഇറാന്റെ സമുദ്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ വെച്ചാണ് 1 ലക്ഷം ടൺ ഭാരമുള്ള ഈ കപ്പൽ തടയപ്പെട്ടത്. ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് USS എബ്രഹാം ലിങ്കണും കൂടെയുണ്ടായിരുന്ന യുദ്ധക്കപ്പലുകളും അതിവേഗത്തിൽ ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടതായും പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. നേരത്തെ 4 ബാലിസ്റ്റിക് മിസൈലുകൾ USS എബ്രഹാം ലിങ്കണിൽ പതിച്ചെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങളുടെ തുടർച്ചയാണിതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ സൈനിക കമാൻഡർമാരുടെ അഭിമാനകരമായ നീക്കമാണിതെന്നും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണിതെന്നും IRG വ്യക്തമാക്കി. അമേരിക്കയുടെ നാവികപ്പടയുടെ അഭിമാനമായ നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടതാണ് USS എബ്രഹാം ലിങ്കൺ. ഏകദേശം 333 മീറ്റർ നീളമുള്ള ഈ കപ്പൽ സമുദ്രത്തിന് മുകളിലെ ഒരു ചലിക്കുന്ന നഗരം പോലെയാണ് പ്രവർത്തിക്കുന്നത്. 1 ലക്ഷം ടണ്ണിലധികം ഭാരം വഹിക്കാനുള്ള ശേഷിയുള്ള ഈ അതികായൻ ലോകത്തിന്റെ ഏത് കോണിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം നിമിഷങ്ങൾക്കുള്ളിലെത്തിക്കാൻ പ്രാപ്തമാണ്. 2 അത്യാധുനിക ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ചാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഇന്ധനത്തിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ തുടർച്ചയായി 20 വർഷത്തിലധികം കടലിൽ തന്നെ കഴിയാൻ ലിങ്കണിന് സാധിക്കും. ഇത്തരമൊരു ഊർജ്ജ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ദീർഘദൂര ദൗത്യങ്ങൾക്കായി മാസങ്ങളോളം തുറമുഖങ്ങളിൽ അടുക്കാതെ തന്നെ ഈ കപ്പലിന് യുദ്ധമുഖത്ത് തുടരാം. ഒരേ സമയം 90ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ലിങ്കണിന് ശേഷിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ F-35C ലൈനറ്റിംഗ് 2, FI-18 സൂപ്പർ ഹോർനെറ്റ് തുടങ്ങിയ വിമാനങ്ങൾ ഈ കപ്പലിൽ നിന്ന് പറന്നുയരാൻ സജ്ജമാണ്. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് വിമാനങ്ങളെ അതിവേഗം ആകാശത്തേക്ക് വിക്ഷേപിക്കാൻ സഹായിക്കുന്ന നൂതനമായ കാറ്റപ്പൾട്ട് സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കപ്പലിന്റെ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 5600ഓളം നാവികരും വിമാന ജീവനക്കാരുമാണ് ഇതിൽ എപ്പോഴും ഉണ്ടാകുക. ഇവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങൾ, ഭക്ഷണശാലകൾ, അത്യാധുനിക ആശുപത്രി സംവിധാനങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം കപ്പലിനുള്ളിൽ തന്നെയുണ്ട്. ചുരുക്കത്തിൽ മാസങ്ങളോളം കരയുമായി ബന്ധമില്ലാതെ സ്വയം പര്യാപ്തമായി പ്രവർത്തിക്കാൻ ഈ യുദ്ധക്കപ്പലിന് സാധിക്കും. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ലിങ്കണെ തകർക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നത് ഇതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കാരണമാണ്. ശത്രുക്കളുടെ മിസൈലുകളും വിമാനങ്ങളെയും കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള സീസ്പാരോ, റോളിംഗ് എയർ ഫ്രെയിം മിസൈൽ എന്നീ പ്രതിരോധ സംവിധാനങ്ങളും ഇതിലുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച റഡാർ സംവിധാനങ്ങൾ കപ്പലിന് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർക്കുന്നുമുണ്ട്. ഇതെല്ലാം മറികടന്ന് ഇറാൻ ആക്രമിച്ചെന്നുള്ള വാർത്ത ലോകത്തെ അമ്പരപ്പിലാക്കിയിരിക്കുകയാണ്.